വ്രതം മുറിക്കേണ്ടത് 10:39 ശേഷമായിരിക്കണം. അപ്പോഴാണ് തിരുവാതിര നക്ഷത്രം കഴിയുന്നത്. വ്രതത്തിന്റെ ഫലങ്ങൾ ഭാര്യാഭർത്താക്കന്മാരുടെ ഐക്യത്തിനും പങ്കാളികൾക്കിടയിലെ കലഹം ഇല്ലാതാക്കാനും ദീർഘമാംഗല്യത്തിനും ഭർത്താവിന്റെ ഐശ്വര്യത്തിനും മക്കൾക്ക് ഐശ്വര്യമുണ്ടാകാനും വിവാഹ തടസ്സങ്ങൾ മാറാനും നല്ല വരനെ ഭർത്താവായി ലഭിക്കാനും സന്താനഭാഗ്യത്തിനും അടക്കം കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട സകല പ്രശ്നങ്ങൾ അകറ്റാനും കുടുംബസുഖം കൈവരുന്നതിനുമായാണ് തിരുവാതിര വ്രതം എടുക്കുന്നത്. തിരുവാതിര വ്രതം എടുക്കുന്നവരും ആഘോഷിക്കുന്നവരും പ്രധാനമായി ഉപയോഗിക്കുന്ന വിഭവങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങൾ കൊണ്ടുണ്ടാക്കുന്നവയാണ്. പുരാതനമായ ആചാരങ്ങളിൽ അക്കാലത്ത് വിളവെടുക്കുന്ന വിളയിനങ്ങൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. തിരുവാതിര നാളിൽ കൂവ കുറുക്കി കഴിക്കുന്നത് പതിവാണ്. കൂവപ്പൊടിയും ശർക്കരയും തേങ്ങയും ചേർത്താണ് ഇത്. തിരുവാതിര തീരുന്ന സമയം കഴിഞ്ഞാൽ അരിഭക്ഷണം കഴിച്ച് നൊയമ്പ് അവസാനിപ്പിക്കേണ്ടതാണ്. കാച്ചിൽ, കൂർക്ക, ചേന, നനക്കിഴങ്ങ്, ചെറുകിഴങ്ങ്, മധുരക്കിഴങ്ങ്, വെട്ടുചേമ്പ്, ചെറുചേമ്പ് എന്നിവ ചേർത്തുണ്ടാക്കുന്ന തിരുവാതിരപ്പുഴുക്ക് തിരുവാതിര ആഘോഷത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം.